ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നു. അതിനകത്തിലെ ഒരു എറർ ഉണ്ടായിരുന്നു. നമ്മൾ പുതിയ സൈനിങ് കീ ഒക്കെ മാനുവലി ഇൻസ്റ്റാൾ ചെയ്ത് ആ എററൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ തൽക്കാലത്തേക്ക് നമ്മളവിടെ അതങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്ന് നമ്മൾ ട്രൈ ഹാക്ക് മീ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലെ ഒരു സെർവർ നമ്മൾ ഹാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ആദ്യം ടെർമിനേറ്റർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം സുഡോ കൊടുത്ത് നമ്മൾ എന്താ പറയുക, ഒരു റൂട്ട് യൂസറായി മാറുന്നു. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് APT അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് കൊടുക്കുക. ഓക്കെ, അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് കൊടുത്ത് എല്ലാം ആ ഒരു പാക്കേജസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ട്രൈ ഹാക്ക് മീ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇവർക്കൊരു VPN ഉണ്ട്. സോ ആ VPN നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആ ഒരു പ്രോസസ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മളിവിടെ വെബ് ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ എൻ്റെ സിസ്റ്റം കുറച്ച് ലാഗ് ആയതുകൊണ്ടാണ് ഞാൻ ഫോണിൽ ഇത് ചെയ്യുന്നത്. ഇവിടെ ട്രൈ ഹാക്ക് മീ ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറുക, അവിടെ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൻ്റെ അവിടെ ആക്സസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരു കോൺഫിഗറേഷൻ ഫയൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഡൗൺലോഡ് മൈ കോൺഫിഗറേഷൻ ഫയൽ എന്ന് കാണുന്നുണ്ട്. സോ അത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. സോ അത് ഓപ്പൺ ചെയ്യാൻ ഇപ്പോൾ ഞാനതിൻ്റെ ഡൗൺലോഡ്സിലാണ്, ഫോൾഡറിലാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു .ovapn എന്ന ഒരു ഫയലാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. സോ ഇത് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വേണം. ഓപ്പൺ VPN എന്നാണ് അതിൻ്റെ പേര്. സോ അത് ഇൻസ്റ്റാൾ ചെയ്യുക. APT ഗെറ്റ് അപ്ഡേറ്റ് അല്ല, ഇൻസ്റ്റാൾ ഓപ്പൺ VPN എന്ന് കൊടുക്കുക. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ ഓപ്പൺ VPN എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ ഒരു കോൺഫിഗറേഷൻ ഫയൽ അവിടെ കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഇത് കണക്റ്റ് ആവുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ വീണ്ടും വെബ് ബ്രൗസറിലേക്ക് വന്ന് ആ ഒരു പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇനി നമ്മൾ നേരെ അവിടെ മുകളിൽ ലേൺ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ആ ലേണിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് സെർച്ചിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. സോ അവിടെ സെർച്ച് ചെയ്യുക, ബ്ലൂ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇത് ബേസിക്കലി ഒരു Windows 7 മെഷീനാണ്. സോ അതിനകത്തുള്ള ഒരു വൾണറബിലിറ്റിയാണ് എറ്റേണൽ ബ്ലൂ എന്ന് പറയുക. ഓക്കെ, സോ ആ ഒരു വൾണറബിലിറ്റിയാണ് നമ്മളിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോവുക. സോ ഇവിടെ ബ്ലൂ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റൂം കാണാൻ സാധിക്കും. ആ റൂമിലേക്ക് കയറുക. അവിടെ ക്ലിക്ക് ചെയ്ത് ആ റൂമിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആദ്യം ജോയിൻ റൂം എന്ന് കാണും. സോ ആ ജോയിൻ റൂം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ റീകോൺ എന്ന് 2-3 ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആ ടാസ്കിലെ ആദ്യത്തെ ടാസ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് മെഷീൻ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെർവർ, ആ ഒരു വിൻഡോസ് മെഷീൻ അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ടൈമർ പോകുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു മെഷീൻ്റെ IP അഡ്രസ്സ് 1 മിനിറ്റിനുള്ളിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ IP അഡ്രസ്സ് വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടെർമിനലിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത ആ ഒരു വിൻഡോയിലും ജസ്റ്റ് സുഡോ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ നെറ്റ്വർക്ക് സ്കാൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നെറ്റ്വർക്ക് സ്കാൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ Nmap എന്ന ടൂളാണ് ഉപയോഗിക്കുക. Nmap സ്പേസ് -ST എന്ന് കൊടുക്കുക. ഓക്കെ, ആദ്യത്തെ കമാൻഡ് -ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TCP സ്കാനാണ്. ഓക്കെ, അതൊക്കെ എന്താണെന്ന് പുറകെ ഞാൻ പറഞ്ഞു തരാം. സോ ഇപ്പോൾ നമ്മൾ കമാൻഡ് കൊടുക്കുക -ST. അതിനുശേഷം -SV എന്ന് കൊടുക്കുക. SV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം -SC എന്ന് കൊടുക്കുക. C എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റഡ് സ്കാനാണ്. ഓക്കെ, അപ്പോൾ ഈ 3 സ്കാനിങ് റിസൾട്ട് നമുക്ക് ഇതിലൂടെ കിട്ടും. സോ ഇത്രയും കൊടുത്തതിന് ശേഷം ആ IP അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആ ഒരു സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് 3 രീതിയിലുള്ള റിസൾട്ടാണ് വരിക. ഓക്കെ, ഒന്ന് TCP സ്കാൻ, ഒന്ന് SV വേർഷൻ, രണ്ടാമത്തേത് SC സ്ക്രിപ്റ്റഡ് സ്കാൻ. ഓക്കെ, സോ ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വെബ് ബ്രൗസറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര പോർട്ട് അതിനകത്ത് ഓപ്പൺ ആണെന്നാണ്. സോ നിങ്ങൾക്കവിടെ ആദ്യത്തെ ഒരു റിസൾട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും അവിടെ 3 പോർട്ട് ഓപ്പൺ ആണ്. ഓക്കെ, 1000 ഉള്ളിൽ, അതായത് പോർട്ട് നമ്പർ 1000-നകത്ത് അതിൻ്റെ അണ്ടറിൽ വരുന്നത് 3 പോർട്ടാണ് അതിനകത്ത് ഓപ്പൺ ആയിട്ടുള്ളത്.
സോ അവിടെ 3 എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അവിടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ മെഷീൻ വൾണറബിൾ ടു? സോ അതിൻ്റെ ആൻസർ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നമുക്ക് ഈ എൻമാപ്പിൻ്റെ റിസൾട്ടിനകത്ത് ആ ഒരു ആൻസർ ഇല്ല. ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ കഴിയുമ്പോഴാണ്, ആ ഒരു സമയത്താണ് അതിൻ്റെ ഒരു ആൻസർ നമുക്ക് കിട്ടുക. ഓക്കെ, സോ അതവിടെ ജസ്റ്റ് ലീവ് ചെയ്തിട്ടേക്കുക. നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോകാം, അടുത്ത ടാസ്കിലേക്ക് പോകാം. ഓക്കെ, സോ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഗെയിനിങ് ആക്സസ് ആണ്. അതായത് നമ്മൾ ഈ ഒരു വിൻഡോസ് മെഷീനിലേക്ക് ആക്സസ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഹാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാസ്ക് 2ലേക്ക് കയറാൻ പോവുകയാണ്. സോ ഇവിടെ നമ്മൾക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ട് മെറ്റാസ്പ്ലോയിറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ മെറ്റാസ്പ്ലോയിറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഒരു കമാൻഡ് കൊടുക്കുക. ഓക്കെ, മെറ്റാസ്പ്ലോയിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് MSF കൺസോൾ എന്നതാണ്. സോ ആ ഒരു കമാൻഡ് കൊടുക്കുക. ഓക്കെ, മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആ വെബ് ബ്രൗസറിൽ നോക്കിയാൽ അവർ ചോദിച്ചിരിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, മെറ്റാസ്പ്ലോയിറ്റിന് 1610 പേലോഡ്സ് ബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇതിലെ ഒരു പേലോഡാണ് നമുക്കിന്ന് യൂസ് ചെയ്യാനുള്ളത്. അതായത് എറ്റേണൽ ബ്ലൂ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്ന എറ്റേണൽ ബ്ലൂ എന്ന് പറഞ്ഞൊരു വൾണറബിലിറ്റിയാണ്. സോ ആ ഒരു വൾണറബിലിറ്റി, ആ ഒരു പേലോഡ് മെറ്റാസ്പ്ലോയിറ്റിനകത്ത് തന്നെ ഉണ്ട്. സോ ആ ഒരു പേലോഡ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനുവേണ്ടി സെർച്ച് സ്പേസ് എറ്റേണൽ ബ്ലൂ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ അതിൽ ആദ്യത്തെ ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അത് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് സ്പേസ് ആ ഒരു സീരിയൽ നമ്പർ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ യൂസ് സ്പേസ് ആ ഒരു പാത്ത് കംപ്ലീറ്റ്ലി അടിച്ചു കൊടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആ ഒരു സീരിയൽ നമ്പർ കൊടുക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു പേരോട് യൂസ് ചെയ്യാൻ യൂസ് സ്പേസ് ആ സീരിയൽ നമ്പർ 0 എന്നാണ് കൊടുത്തിരിക്കുക. ഓക്കെ, അത് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ അവിടെ ആ ഒരു പേരോട് നമുക്ക് സെറ്റാവുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ആ ഒരു വെബ് ബ്രൗസറിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അവിടെ ഷോ ഓപ്ഷൻസ് എന്ന കമാൻഡ് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി അടുത്തതായിട്ട് അവിടെ എന്താണ് സെറ്റ് ചെയ്യാനുള്ളതെന്നാണ്. സോ അതിൻ്റെ ഉത്തരം R-host ആണ്. ഓക്കെ, R-host എന്ന് വെച്ചാൽ നമ്മുടെ റിമോട്ട് ഹോസ്റ്റ് എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഏത് മെഷീനാണോ ഹാക്ക് ചെയ്യുന്നത് അതിൻ്റെ IP അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, IP അഡ്രസ്സ് സെറ്റ് ചെയ്യാനായിട്ട് ഉള്ള കമാൻഡ് സെറ്റ് R-host എന്ന് കൊടുക്കുക. ഓക്കെ, സെറ്റ് R-host. അതിനുശേഷം നമ്മുടെ ആ വെബ് ബ്രൗസറിലേക്ക് വന്നിട്ട് ആ ഒരു ടാർഗറ്റ് IP, നമ്മൾ മുമ്പേ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു IP അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ ആ ഒരു IP അഡ്രസ്സ് സെറ്റാകും. ഓക്കെ, ഇനി ആ വെബ് ബ്രൗസറിലേക്ക് വന്നാൽ അവിടെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് പേലോഡ് സെറ്റ് ചെയ്യാനാണ്. ഓക്കെ, സോ പേലോഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് അവർ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ കമാൻഡ് അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമുക്കിവിടെ L-host സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, L-host എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ IP അഡ്രസ്സ്, അതായത് നമ്മുടെ കലി ലിനക്സിൻ്റെ IP അഡ്രസ്സാണ്. സോ അത് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ വൈഫൈ IP അഡ്രസ്സ് അല്ല കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ ഒരു VPN കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്രൈ ഹാക്ക് മീയുടെ, അതിൻ്റെ വൈഫൈ വേണം, അതിൻ്റെ IP അഡ്രസ്സ് വേണം നമുക്ക് കൊടുക്കാൻ. സോ അതിവിടെ ifconfig അടിച്ച് നോക്കിയാൽ അവിടെ ടണൽ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതിലെ ആ ഒരു IP അഡ്രസ്സാണ് നമുക്കവിടെ പേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് സെറ്റ് L-host, അതിനുശേഷം ആ ഒരു IP അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു മെഷീനിലേക്കുള്ള ആക്സസ്, അതായത് ആ ഒരു സെർവറിനെ നമ്മൾ ഹാക്ക് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 കമാൻഡ് യൂസ് ചെയ്യാം. ഒന്ന് റൺ എന്നും രണ്ടാമത് എക്സ്പ്ലോയിറ്റ് എന്നും യൂസ് ചെയ്യാം. സോ ഞാനിവിടെ ജസ്റ്റ് റൺ എന്ന കമാൻഡാണ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് റൺ അടിച്ചിട്ട് എൻ്റർ അടിക്കുക. സോ എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ടാവുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, റിവേഴ്സ് TCP ഹാൻഡ്ലർ ആ ഒരു ലിസണർ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ പേലോഡ് ഓരോന്ന് അതിങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ സ്റ്റേജ് ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ അവിടെ ലീവ് ചെയ്തിരുന്നില്ലേ, അതായത് ഒരു വാട്ട് ഈസ് ദ മെഷീൻ വൾണറബിൾ ടു എന്ന് പറഞ്ഞിട്ട്.
സോ അതിൻ്റെ ആൻസർ ഇവിടെ കിടപ്പുണ്ട്. ഹോസ്റ്റ് ഈസ് ലൈക്ലി വൾണറബിൾ ടു MS, ആ ഒരു സംഭവം അവിടെ കിടപ്പുണ്ട്. സോ അതും കൂടി അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഓരോരോ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കാണാൻ സാധിക്കും. യെസ്, ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് വിൻ എന്ന് കാണിച്ചിട്ടുണ്ട്. സോ അതിനർത്ഥം നമ്മൾ സക്സസ്ഫുള്ളി ആ ഒരു സെർവറിലേക്ക് ഹാക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് എന്നാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ ട്രൈ ഹാക്ക് മീ എന്ന വെബ്സൈറ്റിലെ മറ്റെവിടെയോ ഉള്ള ഒരു സെർവർ നമ്മൾ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു വിൻഡോസ് മെഷീൻ നമ്മൾ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം 10 മിനിറ്റിൽ കൂടുതൽ വീഡിയോ ആയിട്ടുണ്ട്. സോ ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ടിൽ നമ്മളിത് എസ്കലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ പേലോഡ് സെറ്റ് ചെയ്തത് Windows x64/shell റിവേഴ്സ് TCP എന്നാണ് നമ്മൾ ചെയ്തിരുന്നത്. സോ ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലിട്ടിട്ട് അത് മീറ്റർപ്രെറ്റർ ഷെല്ലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അത് അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. സോ പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.